ഓൾ ഇന്ത്യയിൽ MBBS, BDS, BSc നേഴ്സിങ്ങുകളുടെ ഒരു സ്പെഷ്യൽ റൗണ്ട് സ്ട്രേ വേക്കൻസി സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇപ്പം നിലവിൽ അതിൻ്റെ ഷെഡ്യൂൾ മാത്രമാണ് വന്നിരിക്കുന്നത്. എത്ര സീറ്റ് വേക്കൻ്റ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഏതൊക്കെ സീറ്റിലാണ് ഇനി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല. ഇപ്പോൾ ജസ്റ്റ് ഷെഡ്യൂൾ മാത്രമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഷെഡ്യൂൾ മാത്രമാണ് പറയുന്നത്. ഇനി വേക്കൻസി റിപ്പോർട്ട് വരുമ്പോഴും മറ്റും അതുപോലെ ആർക്കൊക്കെ പങ്കെടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ. ബേസിക്കലി ഇതിൽ ആർക്കൊക്കെ പങ്കെടുക്കാം എന്ന് ചോദിച്ചാൽ നിലവിൽ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും സ്റ്റേറ്റിലോ ഓൾ ഇന്ത്യയിലോ MBBS, BDS ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാൻ സാധ്യതയില്ല. അതായത് സ്റ്റേറ്റിലുണ്ടെങ്കിൽ അവരെ ഓൾ ഇന്ത്യയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, അതുപോലെ ഓൾ ഇന്ത്യയിലുണ്ടെങ്കിൽ സ്റ്റേറ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നിങ്ങളുടെ കയ്യിൽ MBBS, BDS സീറ്റുകൾ ഓൾ ഇന്ത്യയിൽ കിട്ടിയതോ സ്റ്റേറ്റിൽ കിട്ടിയതോ ഇല്ല എങ്കിൽ മാത്രമാണ് ഇതിൽ പങ്കെടുക്കാൻ പറ്റുക. അപ്പോൾ അതിൽ മറ്റെന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ ആ അപ്ഡേറ്റും വേക്കൻസി റിപ്പോർട്ടും ഒക്കെ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തേക്കാം. അപ്പോൾ ഷെഡ്യൂൾ നോക്കുക. ഇതിൽ പേയ്മെൻറ്റ് ചെയ്യാനുള്ള സമയം നവംബർ 20, 21 തീയതികളിലാണ്. അപ്പോൾ പേയ്മെൻറ്റ് ഫെസിലിറ്റി വിൽ ബി അവൈലബിൾ ഫ്രം 10 AM ഓഫ് നവംബർ 20. നവംബർ 20 തീയതി രാവിലെ 10 മണിക്ക് തുടങ്ങി നവംബർ 21 തീയതി വൈകിട്ട് 3 മണി വരെയാണ് നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റിനുള്ള സമയം. ഇനി അതിൻ്റെ ചോയ്സ് ഫില്ലിങ്ങും ചോയ്സ് ലോക്കിങ്ങും ഒക്കെ നവംബർ 20 തുടങ്ങി നവംബർ 22 വരെ. 21 ഫീ പേയ്മെൻറ്റ് അവസാനിക്കും, പക്ഷേ 22 വരെ നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാം. 22 തീയതി രാവിലെ 8 മണി വരെയാണ്. 22 തീയതി രാവിലെ 8 മണി വരെ നിങ്ങൾക്ക് ചോയ്സ് ഫില്ല് ചെയ്യാം. ചോയ്സ് ലോക്കിങ് 8 മണി തുടങ്ങി, അതായത് 21 തീയതി രാത്രി 8 മണി തുടങ്ങി 22 തീയതി രാവിലെ 8 മണി വരെയാണ്. അതായത് ചോയ്സ് ഫില്ലിങ്ങോട് കൂടി ലോക്കിങ്ങിൻ്റെ സമയം അവസാനിക്കും. രണ്ടിൻ്റെയും സമയം 22 തീയതി രാവിലെ 8 മണിക്ക് അവസാനിക്കും. നിങ്ങൾ ലോക്ക് ചെയ്തില്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി ചോയ്സ് ലോക്ക് ആയിക്കോളും. ഈ 3 ദിവസമാണ് നിങ്ങൾക്ക് സമയമുള്ളത്. 20 തീയതി രാവിലെ തുടങ്ങി 22 തീയതി, അതായത് 20 തീയതി രാവിലെ 10 മണിക്ക് തുടങ്ങി 22 തീയതി രാവിലെ 8 മണി വരെ ചോയ്സ് ഫില്ല് ചെയ്യാം. ഇനി അതിൻ്റെ റിസൾട്ട് വരിക നവംബർ 23 നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത് നവംബർ 25 തുടങ്ങി നവംബർ 30 വൈകിട്ട് 5 മണി വരെയുമാണ് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ. അപ്പോൾ ഇതിൻ്റെ സീറ്റ് വേക്കൻസി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അത് വരുന്ന മുറയ്ക്ക് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇനി അതിനുശേഷം സ്റ്റേറ്റിൽ വേക്കൻസി ഉണ്ടെങ്കിൽ സ്റ്റേറ്റിൻ്റേതും ആ കൂടെ പറയുന്നുണ്ട്. അതായത് ഓൾ ഇന്ത്യയുടെ കൗൺസിലിംഗ് 30 കൊണ്ട് അവസാനിക്കും. അപ്പോൾ ഇതിൽ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ തന്നെ ഷെയറിംഗ് ആണ്. 25 അതായത് നിങ്ങൾക്ക് സീറ്റ് അലോട്ട് ആയിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ സ്റ്റേറ്റിന് പോകും. അപ്പോൾ നിങ്ങൾക്ക് സീറ്റ് അലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എടുത്തേ മതിയാവൂ, എന്തായാലും നിങ്ങൾ സ്റ്റേറ്റിൽ നിന്ന് പുറത്താവും. ഇനി സ്റ്റേറ്റ് കൗൺസിലിംഗ് നവംബർ 25 തുടങ്ങിയിട്ടാണ് നവംബർ 29 വരെ. അതിൻ്റെ അപ്ഡേറ്റ് കീമിൽ നിന്ന് വന്നിട്ടില്ല, വരുന്ന മുറയ്ക്ക് ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. നവംബർ 25 തുടങ്ങി 29 വരെ സ്റ്റേറ്റ് കൗൺസിലിംഗ് പ്രതീക്ഷിക്കുന്നു. 5 തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്, ജോയിൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറയുന്നത്. ഓൾ ഇന്ത്യയിൽ 30 തീയതി, അത് ഞാൻ മുമ്പ് ഷെഡ്യൂളിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇവിടെ സ്റ്റേറ്റ് കൗൺസിലിങ്ങിൻ്റെ ഷെഡ്യൂൾ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഡീറ്റെയിൽ വരുമ്പോൾ ബാക്കി കൂടി അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതുവരെ സീറ്റൊന്നും കിട്ടാത്ത, അതായത് MBBS, BDS സീറ്റ് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നോട്ടിഫിക്കേഷനും ശ്രദ്ധിക്കുക. ബാക്കി അപ്ഡേറ്റ് ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.